Hello guys, welcome back to Sideline Football. So Premier League weeks are back. 2025-26 പ്രീമിയർ ലീഗ് സീസൺ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വീക്കെൻഡ് കടന്നുപോയി. സോ ഈ ഒരു വീക്കെൻഡിലെ മാച്ച് ഡേ 1 കീ മാച്ചായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്തിരുന്നതാണ് മാൻ യുണൈറ്റഡ് വേഴ്സസ് ആർസണൽ മാച്ച്. പ്രീമിയർ ലീഗിലെ രണ്ട് വമ്പന്മാർ മാച്ച് ഡേ 1 തന്നെ ഏറ്റുമുട്ടുന്നു ഓൾഡ് ട്രാഫോർഡിൽ വെച്ച്. സോ ഈ ഒരു മത്സരം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നൊരു മത്സരമാണ്. യുണൈറ്റഡ് ആണെങ്കിൽ ലാസ്റ്റ് സീസണിൽ 15ാമതാണ് ഫിനിഷ് ചെയ്തത്. ആർസണൽ ആണെങ്കിൽ 2ാമതാണ് ഫിനിഷ് ചെയ്തത്, ലിവർപൂളിന് താഴെ. പോയിന്റ് ടേബിളിൽ എത്ര സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലും യുണൈറ്റഡ് ഒരു വമ്പൻ സ്രാവ് തന്നെയാണ് പ്രീമിയർ ലീഗിൽ. സോ ഈ രണ്ട് വമ്പന്മാരുടെ പോരാട്ടത്തിന് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എല്ലാ ഫുട്ബോൾ ഫാൻസിനും. യുണൈറ്റഡ് ആണെങ്കിലും ആർസണലാണെങ്കിലും പുതിയ റീഎൻഫോഴ്സ്മെൻറ്റ്സ് ആയിട്ടാണ് ഈ സീസണിലേക്ക് കടന്നു വരുന്നത്. യുണൈറ്റഡ് ആണെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ കാട്ടുതീ കൊണ്ടുവരാനുള്ള ശ്രമമാണെങ്കിൽ, ആർസണൽ കഴിഞ്ഞ 3 തവണ മിസ്സായി പോയ പ്രീമിയർ ലീഗ് ട്രോഫി എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അവസാനം ഫൈനലി നേടിയെടുക്കണം ആഗ്രഹം കൊണ്ടാണ് ആർസണൽ ഇറങ്ങി തിരിച്ചത് ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡിനെതിരെ. സംഭവം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, റിസൾട്ട് അല്ല പെർഫോമൻസ്. പക്ഷേ ആർസണൽ തുടക്കം ഫസ്റ്റ് മാച്ച് ഡേ തന്നെ ജയിച്ച് തന്നെ തുടങ്ങി യുണൈറ്റഡിനെ 1-0 എന്നുള്ള സ്കോർ ലൈന് തോൽപ്പിച്ച് തന്നെ അവർ ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് വരാൻ കഴിഞ്ഞു. പക്ഷേ പെർഫോമൻസ് വൈസ് ഞാൻ പറയുന്നു കുറച്ചും കൂടി സന്തുഷ്ടരായിട്ട് നിൽക്കുന്നത് മാൻ യുണൈറ്റഡിൻ്റെ ഫാൻസും ആയിരിക്കും എന്നുള്ളതാണ്. കാരണം പറയുകയാണെങ്കിൽ 61% പൊസിഷൻ, 22 ഷോട്ട്സ് ടേക്കൺ, അതിൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. പക്ഷെ ഒരു ഗോൾ മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആർസണലാകട്ടെ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ കണ്ടെത്തിയില്ല, ആകെ 3 ഷോട്ട് ഓൺ ടാർഗറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഒരേ ഒരു ഗോൾ വന്നത് 13ാമത്തെ മിനിറ്റിൽ കോർണറിൽ നിന്നാണ്. എഗെയിൻ കോർണർ FC ഇസ് ബാക്ക്. 2023-24 ക്യാമ്പയിൻ തുടങ്ങിയത് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതുവരെ 31 ഗോള് ആർസണൽ കോർണറിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ മറ്റുള്ള ടീമുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബഹുദൂരം മുൻപിലാണ് ആർസണൽ ഈ ഒരു കാര്യത്തിൽ. ഇതേ ടൈം പീരീഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ കോർണറിൽ നിന്ന് വഴങ്ങിയത് യുണൈറ്റഡ് ആണ്, 23 ഗോളുകൾ. അതിൽ അവരാണ് മുൻപിട്ട് നിൽക്കുന്നത്. സോ എന്തായാലും ആ ഒരൊറ്റ കോർണറിലാണ് ഈ ഒരു മത്സരം വിധിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ആർസണലിൻ്റെ ഒരു ഗെയിം, ഒരു പ്ലേയിങ് സ്റ്റൈൽ, ആ ഡോമിനേഷൻ കൊണ്ടുവന്ന് മേ ബി ഫുൾ ഓൺ അറ്റാക്കിംഗ് അല്ലെങ്കിലും ആ പന്തടക്കവും ഡോമിനേഷനും സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഓൾഡ് ട്രാഫോർഡിൽ ഇത്തവണ അത് കിട്ടിയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 10 മിനിറ്റ് ഏറെക്കുറെ 25% പൊസിഷൻ യുണൈറ്റഡിൻ്റെ കളികളിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ടാണ് 13ാമത്തെ മിനിറ്റിൽ ആ ഒരു കോർണർ വരുന്നത്. ആർസണലിൻ്റെ ഫസ്റ്റ് കോർണറായിരുന്നു മത്സരത്തിലെ. അത് ഡെക്ലാൻ റൈസ് ആണ് എടുത്തത്. ഡെക്ലാൻ റൈസ് എടുത്ത കോർണറിൽ സാലിബ ഗോൾ കീപ്പറായ ബായിൻഡറിനെ ചലഞ്ച് ചെയ്ത് ഫിസിക്കലി മാച്ചപ്പ് ചെയ്യുന്നുണ്ട്. ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, മാച്ചപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ശ്രദ്ധ ബായിൻഡറിന് വിട്ടുപോകുന്നുണ്ട്. സാലിബയുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ മറികടന്ന് ആ പന്തിനെ ഡീൽ ചെയ്യാനായിട്ട് ബായിൻഡറിന് കഴിയുന്നില്ല. ബായിൻഡറിൻ്റെ ഒരു പുഷ് അല്ലെങ്കിൽ പഞ്ച് ചെയ്ത് കളയാനുള്ള ശ്രമം, പക്ഷെ അത് എന്താ പറയുക കുറച്ച് സ്ലോപ്പി ആയി പോകുന്നു. കയ്യിൽ തട്ടി ആ ഒരു 6 യാർഡ് ബോക്സിനുള്ളിൽ തന്നെ പന്ത് വരുന്നു. ഓപ്പൺ ബോക്സ് അല്ലെങ്കിൽ ഓപ്പൺ പോസ്റ്റിൽ ആ ലൈന് തൊട്ടടുത്ത് വെച്ച് കാലഫിയോറി വല്ല ഓപ്പൺ നെറ്റിലേക്ക് ഹെഡ് ചെയ്ത് 13ാമത്തെ മിനിറ്റിൽ ആർസണലിന് ആ വിന്നിങ് ഗോള്, ഒരേ ഒരു ഗോള് നേടിക്കൊടുക്കായിരുന്നു എന്നുള്ളതാണ്. ഒരു പെനാൽറ്റി അപ്പീലൊക്കെ ഉണ്ടായിരുന്നു യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. ഗോൾ കീപ്പറിനെ ചലഞ്ച് ചെയ്തു, ഗോൾ കീപ്പറിനെ ഫിസിക്കലി ഫൗൾ ചെയ്തു സാലിബ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് ആർസണൽ പ്ലേയേഴ്സിൻ്റെ സ്ഥിരം ഒരു തന്ത്രം തന്നെയാണ്. ആൻഡ് ഇതേപോലൊരു സിറ്റുവേഷൻ സെക്കൻഡ് ഹാഫിൽ ഡേവിഡ് റായ്ക്ക് വന്നിരുന്നു. ഡേവിഡ് റായ് എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ പഞ്ച് ചെയ്ത് കളയുകയും ചെയ്തിരുന്നു. ബോൾ പഞ്ച് ചെയ്ത് കളയുന്നൊരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. പക്ഷേ ബായിൻഡറിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല, കുറച്ച് ശ്രദ്ധ വിട്ടുപോയി. അത് കാലഫിയോറിയോടെ മുതലാക്കി എന്നുള്ളത്. അങ്ങനെ 13ാമത്തെ മിനിറ്റിൽ അത്രയും നേരം കളിയിൽ വലിയ റോളൊന്നും ഇല്ലാതിരുന്ന ആർസണൽ ആ ഒരു ഗോൾ നേടി എന്നുള്ളതാണ്. അതിനുശേഷം പതുക്കെ ആർസണലിന് പന്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ യുണൈറ്റഡ് വാസ് മേക്കിംഗ് ത്രെറ്റ്സ്. യുണൈറ്റഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസീവ് പ്ലേയേഴ്സ്, അതായത് 3 മാൻ ഡിഫൻസാണ്, 3-4-2-1 പൊസിഷനിലാണ് യുണൈറ്റഡ് ഇറങ്ങുന്നത് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ. പക്ഷേ ഇത്തവണ സെൻട്രൽ ഡിഫൻഡേഴ്സ് കുറച്ചും കൂടി മിഡ്ഫീൽഡിനെ കുറച്ചും കൂടി അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മിഡ്ഫീൽഡിൽ അവർക്ക് ത്രൂ ദ സെൻറ്റർ പന്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കുറച്ചും കൂടി കഴിയാൻ തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ വിങ്ങിൽ പുതിയ സൈനിങ് ആയ ബ്രയാൻ എംബുമോൻ്റെ കാര്യം, പ്ലെയർ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിന്ന് പന്ത് റിസീവ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫാൾസ് നയനായിട്ട് കളിച്ച മത്യോസ് കൂനയുടെ കാര്യം എടുത്തു പറയണം. രണ്ടുപേരും പുതിയ സൈനിങ്ങാണ്, മത്യോസ് കൂനയും ബ്രയാൻ എംബുമോയും. ഈ 2 പേരും കൂടി നല്ല രീതിയിൽ ആർസണൽ ഡിഫൻഡേഴ്സിന് പണിയുണ്ടാക്കി കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. ആർസണൽ ഈ ഒരു മത്സരത്തിൽ ഈ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ ജയിച്ച് ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് 3 പോയിൻറ്റുമായിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് മെയിൻലി 2 ആൾക്കാർക്കാണ്. ഒന്ന് ഫൈൻ കാലഫിയോറി, ആ ഗോൾ സ്കോററിന് ആ ക്രെഡിറ്റ് കൊടുക്കണം. രണ്ടാമത്തതും മേ ബി ഗോൾ സ്കോററിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഗോൾ കീപ്പറായ കാവൽമാലാകയായ ഡേവിഡ് റായയുടെ കാര്യമാണ്. 7 സേവുകളാണ് ഡേവിഡ് റായ ഈ ഒരു മത്സരത്തിൽ നേടിയത് എന്നുള്ളതാണ്.
അതിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഡേവിഡ് റായ്ക്ക്. എസ്പെഷ്യലി 73-ാമത്തെ മിനിറ്റിൽ ബ്രയൻ എംബൂമോൻ്റെ ഒരു തണ്ടറസ് ഹെഡർ നല്ല വെടിപ്പായിട്ട് ഡേവിഡ് റായ സേവ് ചെയ്ത് വിടുന്നുണ്ട്. സോ ഡേവിഡ് റായ്ക്ക് ഒരു ബിസി ഡേ തന്നെയായിരുന്നു ഓൾഡ് ട്രാഫോർഡിൽ എന്നുള്ളതാണ്. ആൻഡ് മറ്റുള്ള ആർസണൽ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യോക്കേഴ്സിൻ്റെ കാര്യം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. വിക്ടർ ഗോയ്ക്കേഴ്സിൻ്റെ പെർഫോമൻസിനെ എല്ലാവരും യുണൈറ്റഡിലേക്ക് ആദ്യം പോകുന്നൊരു റൂമർ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് വരുന്ന യുണൈറ്റഡ് ആയിരിക്കും യോക്കേഴ്സിനെ നേടുന്ന കാര്യത്തിൽ എന്നൊക്കെ ആ കുറേ ട്രാൻസ്ഫർ കുറേ ചർച്ചകൾ കഴിഞ്ഞു പോയതാണ്. റൂബൻ അമോറിം അദ്ദേഹത്തിൻ്റെ പഴയ ആശാനാണ്. സോ ആശാനെതിരെ പിന്നെ സെസ്കോ നമുക്ക് പകരം യുണൈറ്റഡിലേക്ക് പോയി. സോ അങ്ങനെ കുറേ ടോക്സും ക്യൂരിയോസിറ്റിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആരായിരിക്കും മികച്ചതായി പെർഫോം ചെയ്യുക, ദ ബാറ്റിൽ ഓഫ് സ്ട്രൈക്കേഴ്സ് എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ബാറ്റിൽ ഓഫ് സ്ട്രൈക്കേഴ്സ് ഒന്നും ആയിരുന്നില്ല സംഭവം. യോക്കേഴ്സ് 60 മിനിറ്റ് കളിച്ചു. ഒരു ഷോട്ട് പോലും എടുക്കാനായിട്ട് യോക്കേഴ്സിന് കഴിഞ്ഞില്ല. ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് യോക്കേഴ്സിന് കഴിഞ്ഞില്ല. ആകെ 4-5 പാസ് മാത്രമാണ് യോക്കേഴ്സിന് വെക്കാൻ കഴിഞ്ഞത്. കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് എന്ന് പറയും. അങ്ങനെ പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മത്സരമാണ് അദ്ദേഹത്തിൻ്റെ. സോ ഫസ്റ്റ് തന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്ത് കളഞ്ഞു ആ പ്ലെയർ എന്ന് പറയുന്നത് ശരിയാണെന്ന്. കാരണം ടീം മൊത്തത്തിൽ നമ്മുടെ ഒരു അറ്റാക്കിംഗ് സെൻസിൽ ഡൗൺ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് മറക്കേണ്ട ഒരു പെർഫോമൻസ് ആണ് പ്ലെയറിന്. ഒരു രീതിയിലും ഒന്നും പോസിറ്റീവായിട്ട് എടുക്കാൻ പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ ഒരു മത്സരത്തിൽ തോന്നുന്നില്ല എന്നുള്ളത്. ആകെ കുറച്ച് ഉള്ളതെന്ന് വെച്ചാൽ ഫിസിക്കലി കുറച്ച് നേരം ഡിലൈറ്റിനെയൊക്കെ ഒന്ന് പുഷ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ ഡിലൈറ്റിനെ ഫിസിക്കലി വിൻ ചെയ്യാനായിട്ട് 2-3 വട്ടം യോക്കേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല യോക്കേഴ്സിന്. സോ ഇറ്റ് വാസ് എ ടഫ് ഗെയിം. ഒരു സ്റ്റാർട്ടിങ് പ്രീമിയർ ലീഗിൻ്റെ ആ ടഫ്നെസ് എന്താണെന്ന് കണ്ടറിഞ്ഞ് കയറി പോകേണ്ട അവസ്ഥ വന്നു യോക്കേഴ്സിന് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മുടെ വിങ്ങേഴ്സിനെ ആയിരുന്നു നോക്കുകയാണെങ്കിലും സാക്ക ആണെങ്കിലും അതേപോലെ തന്നെ മാർട്ടിനെല്ലി ആണെങ്കിലും ഒരു ഡൗൺ പെർഫോമൻസ് ആയിരുന്നു. മാർട്ടിനെല്ലി ആണെങ്കിൽ ഈ ചൂട് കയറിക്കൊണ്ടിരിക്കുന്ന പ്ലെയറിന് എല്ലാവരും മാർട്ടിനെല്ലിക്കെതിരെയാണ്, മാർട്ടിനെല്ലിയുടെ പെർഫോമൻസ് താഴെ പോകുന്നു എന്നുള്ള ബേസിസിൽ ഈ ഒരു മത്സരത്തിലും ഒരു ആക്രോബാറ്റിക് ഷോട്ട് എടുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ അതല്ലാണ്ട് വേറെ പിന്നെ കാര്യമായിട്ടൊന്നും മാർട്ടിനെല്ലിക്കും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഡഗാർഡ് പിന്നെയും ഏറെക്കുറെ ഗോസ്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ. ഈ അടുത്ത് ക്യാപ്റ്റൻ്റെ പുതിയ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരമൊക്കെ ഉണ്ട്. ആർട്ടറ്റ തന്നെ ഒരുപാട് സംസാരിച്ചാണ് ടീം മൊത്തം ചൂസ് ചെയ്തത്. ടീം ഏറെക്കുറെ മെജോറിറ്റിയും ചൂസ് ചെയ്തത് ഒഡഗാർഡിനെ തന്നെയാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുന്നു, അതോറിറ്റിയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഇതിലൊക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ മൈക്കൽ ആർട്ടറ്റയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. പക്ഷേ ഒഡഗാർഡ് പിന്നെയും ബിഗ് ഗെയിംസിൽ എഗെയിൻ ഗോസ്റ്റ് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയി. ആൻഡ് സുബിമെൻഡിയുടെയും റൈസിൻ്റെയും ഭാഗത്തൊന്നും കാര്യമായിട്ട് അറ്റാക്കിംഗ് വൈസ് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ആൻഡ് ഡിഫെൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ കലഫ്യൂറി വാസ് ഗുഡ്. കലഫ്യൂറി ആ ഒരു അറ്റാക്കിംഗ് ഇൻവേർട്ടഡ് മിഡ്ഫീൽഡ് എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ളൊരു അറ്റാക്കിംഗ് റോളിലേക്ക് കലഫ്യൂറി ഇടയ്ക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. കലഫ്യൂറി വാസ് നോട്ട് ദാറ്റ് ബാഡ്. ആൻഡ് നമ്മുടെ സെൻട്രൽ ഡിഫൻഡേഴ്സായ സാലിവയും ഗബ്രിയേലും കുറച്ച് ഷേക്ക് ആയിരുന്നു. പക്ഷെ അവർ സംഭവം ക്ലീൻ ഷീറ്റിൽ അവർ ഒതുക്കി. കുറച്ച് ഷേക്ക് ആയിരുന്നു. അവരുടെ സ്ഥിരം ആ ഒരു എന്താ പറയുക ബാലൻസ് അവർക്ക് ഈ ഒരു മത്സരത്തിൽ അത്രയും അങ്ങോട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഫസ്റ്റ് മാച്ചാണ്, സോ ഇനി അത് ബെറ്റർ ആവുമെന്ന് തന്നെ വിചാരിക്കുന്നു നമ്മൾ. പക്ഷേ ഒരു ഷേക്ക് ആണെങ്കിലും ആ ജോബ് അവർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ബെൻ വൈറ്റ് വാസ് ഓക്കെ. ഇതിന് പകരം ടിംബർ വന്നു. പിന്നെ 60-ാമത്തെ മിനിറ്റിൽ ഓക്കേഴ്സ് പോയതിന് ശേഷം ഹാവേർഡ്സ് കയറി വന്നു അവിടേക്ക്. വേറെ ആ പ്ലേയേഴ്സ് വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നോനി മഡൂക്ക അടക്കം വന്നു ലെഫ്റ്റ് വിങ്ങിലേക്ക് മാർട്ടിനെല്ലിനെ മാറ്റി. വേറെ ഇമ്പാക്റ്റ് പ്ലേയേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളത് ഞാൻ അങ്ങനെ പറയില്ല. ഡേവിഡ് റായയുടെയും കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ. ആൻഡ് യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഡിഫൻസിൽ ഡിലൈറ്റ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഒരു പരിധി വരെ. ആൻഡ് അവരുടെ മിഡ്ഫീൽഡിൽ എംബൂമോയുടെയും ക്യൂനയുടെയും റൺസുകൾ ശരിക്കും നമുക്ക് നല്ല തലവേദന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാട്രിക് ഡോർഗു 30-ാമത്തെ മിനിറ്റിൽ പാട്രിക് ഡോർഗുവിൻ്റെ ഒരു തണ്ടറസ് ഷോട്ട് ഉണ്ടായിരുന്നു ഔട്ട്സൈഡ് ദ ബോക്സ്. ഒരു അത്യാവശ്യം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. ഡേവിഡ് റായിനെ അത് ബീറ്റ് ചെയ്തു. പക്ഷേ ഭാഗ്യത്തിന് അത് ബാറിൽ തട്ടിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അവിടെ ഒരു ഈക്വലൈസിങ് ഗോൾ വന്നേനെ. ആൻഡ് ആ സമയത്ത് ഒരു ഈക്വലൈസിങ് ഗോൾ വന്നിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പ്രഷറിലേക്ക് പിന്നെയും വീണ് പോയേനെ. ആൻഡ് യുണൈറ്റഡ് വുഡ് ഹാവ് എവരി ചാൻസ് ടു കം ബാക്ക് ഇൻ ദ ഗെയിം. ആ ഒരു കം ബാക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും അവർക്ക് കിട്ടിയേനെ എന്നുള്ളതാണ്. ആൻഡ് സെസ്കോ ഇറങ്ങിയായിരുന്നു യോക്കേഴ്സ് പോലെ തന്നെ. സെസ്കോയുടെ പകരക്കാരനായിട്ട് 65-ാമത്തെ മിനിറ്റിലെങ്ങാണ്ട് ഇറങ്ങിയായിരുന്നു. പക്ഷേ സെസ്കോൻ്റെ ഭാഗത്തുനിന്ന് വലിയ കാര്യമായിട്ടൊന്നും വന്നില്ല. സോ ഫസ്റ്റ് മത്സരം അവസാനിച്ചപ്പോൾ ആർസണലിന് 3 പോയിന്റ് കിട്ടി. പക്ഷേ ഒരുപാട് ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് ആണ്. അത് രണ്ട് പക്ഷമുണ്ട് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ പറയുന്നു 3 പോയിന്റ് കിട്ടിയില്ലേ, ഓൾഡ് ട്രാഫോർഡ് അല്ലേ, അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. പക്ഷെ നമുക്കതിന് ടഫ് മാച്ച് തന്നെ നമ്മൾ കടന്നുകൂടിയില്ലേ, ഇനിയിപ്പോൾ അടുത്തേക്ക് നോക്കാമെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. നെഗറ്റീവ് സൈഡിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഓവറായിട്ട് പേടിക്കുന്നു. അതേപോലെ തന്നെ
ജനറലായിട്ട് പേടിക്കുന്ന ഒരു പെർഫോമൻസ് അത്രയ്ക്കും ഡൗൺ ആയി പോയാൽ ജനറലായിട്ട് പേടിക്കുന്ന ഒരു വിഭാഗവും ഞാൻ ആ ജനറൽ വിഭാഗത്തിൽ വരും വേണമെങ്കിൽ. കാരണം നമുക്ക് പോയിന്റ് കിട്ടി സന്തോഷം തന്നെയുള്ളൂ, ഓൺ ടു ദ നെക്സ്റ്റ് വൺ. പക്ഷേ നമ്മുടെ പെർഫോമൻസ് ഒരു ബേസും ഇല്ലാത്ത രീതിയിൽ ഇത്രയും ഇതായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഓഫ് ദ ബോൾ നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഓഫ് ദ ബോളിൽ പോലും നമ്മൾ പല സമയത്തും അവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയണം. അത് ഗോളായില്ല, അതുകൊണ്ട് നമ്മളൊക്കെ ഹാപ്പിയാണ്. പക്ഷെ അത് ഗോളായിരുന്നെങ്കിൽ അത് കഥ മാറിയാണ് മൊത്തത്തിൽ. എനിവേ ഫസ്റ്റ് മാച്ചാണ് നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത ലീഡ്സ് യുണൈറ്റഡ് ആയിട്ട് ശനിയാഴ്ചയാണ് അടുത്ത മത്സരം വരുന്നത്. സോ നമുക്ക് നോക്കാം അതിലിനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സാലിബയ്ക്കെതിരെ ഒരു പെനാൽറ്റി ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അപ്പീൽ ഉണ്ടായിരുന്നു, കോളല്ല ഒരു അപ്പീൽ ഉണ്ടായിരുന്നു. മത്യൂസ് ക്യൂനയും വേഴ്സസ് സാലിബ ആയിരുന്നു അത്. ഗോൾ ലൈന് വളരെ അടുത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു ഒരു സിറ്റുവേഷൻ വന്നത്, അത്ര ദൂരം ഉണ്ടായിരുന്നില്ല. അതിൽ പക്ഷേ നോക്കുകയാണെങ്കിൽ സാലിബ ഓൾറെഡി ലെഗ് വയ്ക്കുന്നു, വിത്തൗട്ട് ദ ബോളായിരുന്നു, ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഓൾറെഡി ലെഗ് വയ്ക്കുന്നു. അതിലേക്ക് ക്യൂന വന്ന് തട്ടി. ക്യൂന ഒരു സോഫ്റ്റ്, അത്ര ഒരു ഹാർഡ് വെട്ടിട്ട ഒരു ഫൗളൊന്നും ആയിരുന്നില്ല, ഒരു സോഫ്റ്റ് ടച്ചായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ക്യൂന താഴേക്ക് പോകുന്നതിന് ഓൾറെഡി ഡിറ്റർമൈൻഡ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് തോന്നിയത്. എന്തായാലും വലിയൊരു ലെങ്തി ചെക്കൊന്നും വന്നില്ല. സോ റഫറിക്ക് അങ്ങനെ തന്നെ ആയിരിക്കണം തോന്നിയിട്ടുണ്ടാവുക. ആൻഡ് എന്തായാലും മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ത്രൂ ദ വിങ്സ് സ്ഥിരം അറ്റാക്ക് ചെയ്യുന്ന ത്രൂ ദ വിങ്സിലും നമുക്ക് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് ക്രോസസും വയ്ക്കാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ട്രാൻസിഷൻ സമയത്ത് നമ്മൾ പല സമയത്തും വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. സോ അതൊക്കെ മാറി തിരിച്ചു വരട്ടെ. നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ ലീഡ്സിൻ്റെ അടുത്ത് കളി വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ പറയുകയാണെങ്കിൽ യുണൈറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് എവേ മത്സരങ്ങൾ, ഓൾഡ് ട്രാഫോർഡ് എന്ന മത്സരങ്ങളിൽ ലാസ്റ്റ് 6 നമ്മൾ വിജയിച്ചിരിക്കുന്നത് ഈ 1-0 എന്ന് പറയുന്ന അതേ സ്കോർ ലൈനിൽ തന്നെയാണ്. ബിഗ് സിക്സിൻ്റെ അടുത്തുള്ള നമ്മുടെ അപരാജിത മുന്നേറ്റം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. സോ എന്തായാലും സെക്കൻഡ് ഹാഫിലൊക്കെ യുണൈറ്റഡ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സീനായിരുന്നു. അതൊന്നും വയ്യ, നമുക്ക് 3 പോയിന്റ് കിട്ടി, നമ്മൾ ഹാപ്പിയാണ്, അടുത്തയിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ വളഞ്ഞിട്ട് ആക്രമണമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഒരു പ്ലേയിങ് സ്റ്റൈലിൻ്റെ ഒരു ടച്ചും ഇല്ല. അതൊക്കെ എന്തായാലും ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഇനി മറ്റുള്ള പ്രീമിയർ ലീഗ് മറ്റുള്ള ക്ലബ്ബുകളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വമ്പന്മാരുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിറ്റി 4-0 വൂൾസിനെ പൊട്ടിച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസ് ചെൽസി ആയിട്ട് ഒരു ഡ്രോയിലാണ്. ചെൽസിക്ക് ഒരു ഡ്രോ ആണ് കിട്ടിയത് ഫസ്റ്റ് മാച്ച് ടൈം 1-ൽ. ലിവർപൂൾ 4-2 ബേർണമത്തിനെ തോപ്പിച്ചു. ബേർലിനെ 3-0 ടോട്ടനം ഹോട്ട്സ്പർ തോപ്പിച്ചു. ന്യൂകാസ്റ്റലിന് ആസ്റ്റൺ വില്ലയുടെ അടുത്ത് ഒരു ഡ്രോയാണ് നേടാൻ കഴിഞ്ഞത് എന്നുള്ളത്. ഇതൊക്കെയാണ് മാച്ച് ടൈം 1-ലെ മറ്റുള്ള വമ്പന്മാരുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ചെറിയ ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളും ഈ 2 ടീമുകളുടെയും ആർസണൽ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എബ്രച്ചിയസ് ടോട്ടനത്തിലേക്ക് പോകുന്ന കാര്യം ഏറെക്കുറെ ഒരു വഴിയാവുന്നുണ്ട്. കാരണം ഇപ്പോൾ 2 ടീമുകളുടെയും ടോപ്പ് ഒഫീഷ്യൽസ് തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടനത്തിൻ്റെയും ക്രിസ്റ്റൽ പാലസിൻ്റെ എന്നാണ് അറിയാൻ കഴിയുന്നത്. 55 മില്യൺ പൗണ്ട്സ് പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ് കൊടുക്കാൻ സ്പേഴ്സ് റെഡിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട്സ് വരുന്നത്. എബ്രച്ചിയസ് ടോട്ടനത്തിലേക്ക് പോകുന്ന കാര്യത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേവർ, അതിന് ടോട്ടനത്തിനാണ് ഫേവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്രിസ്റ്റൽ പാലസിനെ അറിയിച്ചു എന്നൊക്കെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് തന്നെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. സോ എബ്രച്ചിയസ് നമ്മുടെ കൈവിട്ട് പോവുകയാണ്. സോ ആർസണലിൻ്റെ റോഡ്രിഗോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതുപോലെ ആർസണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിവിയർ സ്ക്വാഡിലുണ്ടായിരുന്നില്ല. ജക്കബ് കിവിയർ പുള്ളിക്കാരൻ മിക്കവാറും സെല്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പോർട്ടോൻ്റെ പേരൊക്കെ എടുത്ത് കേൾക്കുന്നുണ്ട്. ആൻഡ് ജർമ്മൻ ക്ലബ്ബായ സ്റ്റുട്ട്ഗാർഡ് ഫാബിയോ വിയറയുടെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുട്ട്ഗാർഡ് പറയുന്നത് നമ്മൾ ആർസണൽ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കണം, 17 മില്യൺ പൗണ്ട്സ് ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് പേ ചെയ്യാനൊക്കെ ആ ജർമ്മൻ ക്ലബ്ബ് റെഡിയുള്ളൂ എന്നാണ് കേൾക്കുന്നത്. ആർസണലാണെങ്കിൽ 25 മില്യൺ അറൗണ്ട് 25 മില്യൺ പൗണ്ട്സ് വരെ നേടാൻ കഴിയുമെന്നാണ് ആർസണലിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെയാണ് റിപ്പോർട്ട്സും റൂമേഴ്സൊക്കെ വരുന്നത്. സോ മേ ബി ആർസണൽ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കേണ്ടി വരും ഫാബിയോനെ വിൽക്കണമെങ്കിൽ. ആൻഡ് യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒനാനേനെ ഡ്രോപ്പ് ചെയ്തിരുന്നു. ആദ്യം ഇഞ്ചുറി ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നീട് കോച്ച് തന്നെ പറഞ്ഞെന്ന് തോന്നുന്നത് ഇഞ്ചോർഡ് അല്ല, പ്ലെയറിനെ ഡ്രോപ്പ് ചെയ്തതാണ് എന്നുള്ളൊരു കൺഫർമേഷൻ അങ്ങനെ കിട്ടിയായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ജേഡൻ സാൻജോൻ്റെ കാര്യം, ജേഡൻ സാൻജോ AS റോമയിലേക്ക് പോകുന്ന കാര്യത്തിന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണൽ എഗ്രിമെൻറ്റ് യുണൈറ്റഡ് ആണെങ്കിൽ എവിടേക്കെങ്കിലും വിറ്റ് കളഞ്ഞാൽ മതി എന്നുള്ളതിൽ നിൽക്കുകയാണ്. 20 മില്യൺ പൗണ്ട്സിനടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് യുണൈറ്റഡ്, ഇറക്കി വിടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ജേഡൻ സാൻജോ ഇപ്പോൾ AS റോമയിലേക്ക് പോകുന്ന കാര്യത്തിന് തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് വരുന്നത്. ആൻഡ് ബെസിക്ടാസായിട്ടും എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സ് വരുന്നത്. സോ ഇനി കണ്ടറിയാം എന്താണ് പുള്ളിയുടെ ഭാവി പരിപാടികൾ എന്നുള്ളത്. ഓക്കെ ഗൈസ്, സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഈ വീഡിയോനെ കുറിച്ചൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.